കഴിഞ്ഞ ദിവസം ഒരു സാധനം അങ്ങ് കത്തിച്ചു വിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതിൻ്റെ പേരായിരുന്നു ഭയം ഭക്തി ബഹുമാനം. അതിൻ്റെ ട്രെയിലറാണ് കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയത്. ആ ട്രെയിലർ വന്ന പാടെ തന്നെ സോഷ്യൽ മീഡിയ കത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 8-ാം തീയതി വിധി വന്നു. 10-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ട്രെയിലറും കൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ ആളുകൾ ട്രെയിലർ സ്വീകരിക്കും എന്നതായിരുന്നു നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാര്യം. പക്ഷേ ഇതിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് 12 മണിക്കൂറിൽ 20 ലക്ഷം യൂട്യൂബ് വ്യൂസാണ് വന്നത്. അതായത് ഏകദേശം 2 മില്യൺ വ്യൂസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടീസർ ഇപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും, അതായത് ബബ്ബയുടെ ടീസർ എടുത്ത് നോക്കിയാൽ പോലും ഏകദേശം 60 ലക്ഷം വ്യൂസ് മാത്രമാണ്. ഏകദേശം 5-6 മാസമായി അതിന് വന്നിട്ട് 60 ലക്ഷം വ്യൂസാണ് അതിൻ്റെ ടീസറിന് നേടാൻ സാധിച്ചത്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ 20 ലക്ഷം കഴിഞ്ഞു. അതായത് 12 മണിക്കൂറിൽ തന്നെ 20 ലക്ഷം കഴിഞ്ഞു എന്നത് പറയുമ്പോഴാണ് ഇതിനകത്തുള്ള 2 ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, പ്രധാനമായും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ദി റിയൽ OG മോഹൻലാൽ ഈ ട്രെയിലറിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമാണ്, അതിനകത്ത് വേറെ തർക്കമില്ല, കാര്യങ്ങളൊന്നുമില്ല. മോഹൻലാൽ എന്ന ലാലേട്ടൻ അതിനകത്തുള്ളത് കൊണ്ട് ഇതിൻ്റെ വ്യൂസ് ക്രമാതീതമായി ഭയങ്കരമായി കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ദിലീപ് ആരാധകരും അംഗീകരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിധി ഈ ഒരു ട്രെയിലറിനെ അല്ലെങ്കിൽ ദിലീപിൻ്റെ ജനപ്രിയ നായകനെയും സ്വീകാര്യനാക്കുന്ന ഒരു ചോദ്യവും കൂടിയുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കാം. പക്ഷേ അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രധാനമായിട്ടും ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുമെന്നുള്ള അപ്ഡേറ്റ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതായത് ഒരുപാട് ദിവസങ്ങൾ ഈ സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു എന്നായി റൂമറുകൾ, ഫാൻ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 12-ാം തീയതി വരുമെന്നും ചിലപ്പോൾ ഇതിൻ്റെ ട്രെയിലർ തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പരക്കെയുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരമാണ് അവർ ഇന്നലെ രാത്രി ട്രെയിലർ റിലീസ് ചെയ്യുന്നു എന്നതുപോലും അപ്ഡേറ്റ് ചെയ്തത്. സാധാരണയായി പല സിനിമാ പ്രവർത്തകരുമൊക്കെ അതിൻ്റെ തലേ ദിവസമൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവരൊരു കോൺഫിഡൻസ് ആയിരിക്കാം, വെറും മണിക്കൂറുകൾക്ക് മുമ്പാണ്, വെറും 5 മണിക്കൂറുകൾക്ക് മുമ്പാണ് അവർ ട്രെയിലർ വരാൻ പോവുകയാണെന്നുള്ള അറിയിപ്പ് തന്നെ തന്നത്. പക്ഷേ അത് വന്ന പാടെ തന്നെ സോഷ്യൽ മീഡിയ ഇളക്കി മറിയുന്ന രീതിയിൽ, കത്തുന്ന രീതിയിൽ, പൊട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്രെയിലർ ആളുകൾ സ്വീകരിച്ചത് എന്ന് തന്നെ പറയാം. അതിന് പ്രധാനമായും പല കാരണങ്ങൾ ഉണ്ട് താനും. ഇപ്പോൾ ഈ ട്രെയിലർ ഭയങ്കരമായി പീക്ക് എലിവേഷൻ മൊമെൻറ്റ്സ് നൽകുന്ന, ഭയങ്കരമായ ഹൈ മൊമെൻറ്റ്സ് ഒരുപാടുള്ള ഒരു ട്രെയിലറും കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്തതാണ്. ട്രെയിലർ ഡീകോഡിങ് തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ ഡീകോഡിങ് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ട്രെയിലർ വന്ന പാടെ തന്നെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇൻഡെപ്തായിട്ട് സൂം ചെയ്ത് ഇതാണ് എന്നുള്ള രീതിയിലൊന്നും തന്നില്ല. പക്ഷേ സ്റ്റിൽ ആ ട്രെയിലറിൽ അവർ ആ ഒരു സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വേണം തന്നെ പറയാൻ. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അണ്ണനും അവനും ഒരുമിച്ചുള്ള സമയം അതൊരു പ്രധാനപ്പെട്ട കാലമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും എന്തോ ഉണ്ട്. അതായത് ചിലപ്പോൾ ഈ അണ്ണൻ എന്ന ലാലേട്ടൻ മരണപ്പെടുന്ന ഒരു രംഗമുണ്ടായിരിക്കാം, അറിയില്ല. അത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ദിലീപ് ഈ പോലീസിന് മുഴുവൻ വട്ടം കറപ്പിക്കുന്നത്. ഒരുപാട് ഡീകോഡിങ്സ് ഉണ്ട്. പക്ഷെ അങ്ങനൊരു സാധ്യതയിലേക്ക് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതായത് ലാലേട്ടനും ദിലീപും കൂടി ഒരുമിച്ച് ആയ കാലത്ത്, അന്ധകാലത്ത് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ചേക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കാണണം. പക്ഷേ എന്തോ ലാലേട്ടന് സംഭവിക്കുന്നുണ്ട്. ലാലേട്ടനെ മരണപ്പെടുന്നതാണോ അല്ലെങ്കിൽ കൊടുക്കുന്നതാണോ ജയിലിലാണോ ഒന്നും അറിയില്ല. പക്ഷേ എന്തോ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ദിലീപ് ഈ കാറ്റമോസ് കളി കളിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴേക്കും ഇതിനകത്തുള്ളിലുള്ളൊരു ക്രക്സ് എന്ന് പറയുന്നത്. ഒരു പക്കാ കാറ്റമോസ് ഗെയിമാണ്. നമ്മൾ കാണാം, ഏകദേശം ഒരു 2 ജില്ലയിലെ പോലീസ് വണ്ടികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ദിലീപിനെ ഡൗൺ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സാധനമുണ്ട്. ആൻഡ് ഈ ട്രെയിലറിനകത്ത് പല ഡീകോഡിങ്ങുകൾ വന്നു കഴിഞ്ഞല്ലോ. ഇപ്പോൾ സ്പൂഫ് പരിപാടികൾ, CID മൂസ റെഫറൻസ്, ദേവൻ്റെ ഡയലോഗുകൾ, റിയാസ് ഖാൻ്റെ ഡയലോഗ്, പല റെഫറൻസുകൾ ഇതിനോടകം തന്നെ വന്നു. പക്ഷേ ഇതിനകത്ത് ഏവർ ഉറ്റുനോക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നതും ഈ റിലീസിന് നാളുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ സോന പാട്ട് ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് ബെൻ ജോൺസൺ എന്ന സിനിമയിൽ കലാഭവൻ മണി തന്നെ ആലപിച്ച, ദീപക് ദേവ് സംഗീത സംവിധാനം ചെയ്ത ആ സോന എന്ന പാട്ട് ഈ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ ഹിൻഡ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് ദിലീപും പോലീസുകാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസ് ഈ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്, 2 ഷോട്ട്. അതായത് റിയാസ് ഖാൻ ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷമുള്ള ഫൈറ്റ് സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ദിലീപിൻ്റെ പുറകിൽ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ കാണാം. ആ മ്യൂസിക് സിസ്റ്റം ഈ ഫൈറ്റ് സീക്വൻസ് നടക്കുന്നത് ഈ പാട്ടിൻ്റെ പിൻബലത്തോടെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത് തകർക്കും എന്നുള്ള ഒരു ഫീലൊക്കെ ഉണ്ട്. പിന്നെ ലാലേട്ടനും ദിലീപും കൂടി ഒരുമിച്ചുള്ള ഒരു ഡാൻസ് സീക്വൻസ് കാണാം. അതായത് ആ റെഡ് ഷർട്ടിൽ ആ പാട്ടൊക്കെ എന്നാ ഐറ്റമാണെന്നുള്ള ഒരു പിടിയില്ല. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്ഡേറ്റുകൾ കഴിഞ്ഞു. ബബ്ബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും പൂർത്തിയായിരിക്കുന്നു. ഇനി നേരെ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതായിരിക്കാം ഇനിയാണ് ഈ പ്രവർത്തകർ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ട്രെയിലറിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ സമയത്ത് അവർ പറയുന്നു ഇറ്റ് വാസ് ദ വൺ ലാസ്റ്റ് സ്റ്റെപ്പ്.
ബിഫോർ എൻറ്ററിങ് ദി അൾട്ടിമേറ്റ് വേൾഡ് ഓഫ് മാഡ്നസ് എന്നതായിരുന്നു അവർ ആ പോസ്റ്ററിന് അടിക്കുറിപ്പ് കൊടുത്തത്. അതായത് ഇതാണ് അവസാനത്തെ സ്റ്റെപ്പ്, ഇനി സ്റ്റെപ്പും പരിപാടിയൊന്നുമില്ല, ഇനി പാട്ടുകളും ചോദിച്ചുകൊണ്ടൊന്നും ആരും വരരുത്, ഇനി ട്രെയിലറും ഇല്ല, സെക്കൻഡ് ട്രെയിലറും ഇല്ല, ഒന്നുമില്ല, കഴിഞ്ഞു, ഇനി നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി ഈ ഭ്രാന്തിൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പക്ഷെ ആലോചിച്ച് നോക്കി, ഇത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയതാണ് ഇതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. 12 മണിക്കൂറുകൾക്കുള്ളിൽ 20 ലക്ഷം യൂട്യൂബ് വ്യൂസാണ്, അതായത് 2 മില്യൺ പ്ലസ് വ്യൂസിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് ഈ ആളുകൾ ദിലീപ് സിനിമയെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് വരികയാണെന്നുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ദിലീപിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത കിട്ടിയിട്ടില്ല. എല്ലാ യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇതിൻ്റെ ട്രെയിലർ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് റിയാക്ട് ചെയ്യുന്ന എല്ലാവരും ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പല പല യൂട്യൂബ് ചാനൽസിലും കണ്ടതാണ്, അവർ റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എവ്രി വൺ ആർ ത്രിൽഡ്. എല്ലാവരും ഇത് ട്രെയിലർ കാണുമ്പോൾ ഒരേ രീതിയിലാണ് സ്വീകരിക്കുന്നത്. എല്ലാവരും ഭയങ്കരമായ രീതിയിൽ എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ട്രെയിലർ സ്വീകരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ദിലീപ് സിനിമകൾക്ക് അങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ട്രെയിലർ കിട്ടിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഒരു ഭയങ്കര ന്യൂ ഏജ് പോലെ തോന്നുന്നുണ്ട്. സാധാരണയായി ദിലീപ് സിനിമകളൊക്കെ നമ്മളിപ്പോഴും ദിലീപ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പഴയ 2000-ലെ ആ കോമഡികൾ, ഈ ചാണാക്കുഴി ചവിട്ടുന്നത്, വിരൽ ഡോറിനിടെ കുറുങ്ങുന്നത്, ഇതുപോലുള്ള തമാശകളൊന്നും അല്ലാതെ ഒരു ന്യൂ ഏജ് ദിലീപ്, ഒരു പെർഫെക്റ്റ് 2.0 ദിലീപിനെയൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സ്വാഗ് സ്റ്റൈൽ, ആ രീതിയിലൊക്കെ ദിലീപിനെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ വർക്കായി എന്നതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് റിലീസ് ചെയ്യുന്നത് ഡിസംബർ 18-ാം തീയതിയാണ്. ഒരു പെർഫെക്റ്റ് സ്ലോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് റിലീസ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെയൊക്കെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഹോളിഡേയ്സൊക്കെ തുടങ്ങുന്ന ടൈമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിലീപ് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ചാലും വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 19-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും പലയിടത്തും ക്രിസ്മസ് ഹോളിഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. നേരെ ശനി ഞായറും ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്കും കുടുംബത്തിനും ഒരുമിച്ച് ഈ സിനിമ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പെർഫെക്റ്റ് സ്ലോട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 18-ാം തീയതി നല്ല സ്ലോട്ടാണ്. ദിലീപിൻ്റെ ആയുധം എന്ന് പറയുന്നത് കുട്ടികളും കൂടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടികളെ ടാർഗറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഈ സിനിമ മാറും എന്നുള്ളതാണ്. ആൻഡ് മോഹൻലാൽ കൂടി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ഫാമിലി ഓഡിയൻസും കൂടെ കയറും. എന്താണ് ഇതിനകത്തുള്ളതെന്ന് അറിയാൻ. പിന്നെ ഇതൊരു ചെറിയ ക്യാമിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതൊരു ഭയങ്കര എക്സ്റ്റെൻസീവ് ക്യാമിയോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ട്രെയിലറിൽ തന്നെ കുറേ ഷോട്ട്സ് കാണാമെന്നേ. അപ്പോൾ ഒന്ന് ആ ഗില്ലി യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു പാട്ട് രംഗം അതുണ്ട്, പിന്നെ ആ ബൈക്കും കാറും ഒക്കെ മൊണ്ടാഷ് ഷോട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു അടിപൊളി ഫൈറ്റ് സീൻസ് ഒക്കെ കാണാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു റോളായിരിക്കും മോഹൻലാലിൻ്റെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇൻക്ലൂഡിങ് ദ സോങ്. അല്ലാതെ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ധാരണയില്ല. എന്തോ ഒരു 10-15 മിനിറ്റൊക്കെ കാണുമെന്നൊക്കെ തോന്നുന്നു. എന്ന് തോന്നലാണ്, ഒന്നും ഉറപ്പൊന്നുമില്ല. ആൻഡ് ഇതിനകത്ത് എഡിറ്റർ രഞ്ജൻ എബ്രഹാം തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ചമൻ ചാക്കുവൊക്കെ ഇടയ്ക്ക് കയറി വരും എന്നൊക്കെ തോന്നിയിരുന്നു. നോ ചമൻ ചാക്കു, ഇറ്റ്സ് രഞ്ജൻ എബ്രഹാം. BGM ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് BGM തോന്നിയത്? ഷാൻ റഹ്മാനെ കടത്തിവിട്ടുന്ന രീതിയിലുള്ള BGM ഗോപി സുന്ദറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് BGM നല്ല പെട ഐറ്റമാണ് തോന്നിയത്. പക്ഷേ അത് ഷാൻ റഹ്മാനാണ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ബട്ട് BGM ഇസ് ഇൻ സേഫ് ഹാൻഡ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് വിത്ത് ഗോപി സുന്ദർ. അത് അണ്ണം പടയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഗോപി സുന്ദറിൻ്റെ ഈ ഒരു ട്രെയിലറിന് സമയത്ത് ഈ BGM മിക്സ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ അദ്ദേഹം തന്നെ പുറത്തു വിട്ടിരുന്നു. അതിന് രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഈ സിനിമ ഭയങ്കര വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. അതിനകത്ത് ഒരു തർക്കവുമില്ല. കൃത്യം പറയുകയാണെങ്കിൽ ഇന്നേക്ക് 7-ാം നാൾ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും, കൃത്യം ഒരാഴ്ച. അപ്പോൾ ആ ഒരാഴ്ച എങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പ്രേക്ഷകർ എന്നൊരു വലിയ ചോദ്യത്തിനിടയിലാണ് ഈ യൂട്യൂബ് വ്യൂസും ഭയങ്കരമായ രീതിയിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ബബബ ട്രെയിലർ കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൗത്ത് പബ്ലിസിറ്റി പരിപാടികളൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ട്രെയിലർ സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ. ഭൂരിഭാഗവും പോസിറ്റീവ് കമൻസ് ആയിട്ടാണ് ഞാൻ കണ്ടത് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഈ നെഗറ്റീവായിട്ട് പറയുന്നവരുടെ 2-3 കാര്യങ്ങൾ, ഒന്ന് ആ ദിലീപും മോഹൻലാലും കൂടി വരുന്ന ആ ഒരു ബൈക്ക് ഷോട്ട് VFX ആണോ AI ആണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കും തോന്നി എന്തോ ഒരു വശപ്പിശക് ആ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷെ അല്ലാണ്ട് വേറെ നെഗറ്റീവ് കമൻസ് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ നിങ്ങൾ കണ്ടിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും പറയണം, അഭിപ്രായവും അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഗംഭീരമായ രീതിയിൽ ആ ട്രെയിലർ കട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പ്രേക്ഷകർക്കിടയിൽ. അത് തന്നെയാണ് ഈ വ്യൂസും കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ട്രെയിലർ എത്ര വട്ടം കണ്ടിട്ടുള്ളവർ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത് എന്നും കൂടി അക്ഷമരായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ.